നിർമ്മലഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള 33 ദിവസത്തെ ഒരുക്ക ശുശ്രൂഷകളിൽ 17-ാം ദിവസത്തെ ശുശ്രൂഷകളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഒരു കീർത്തനം ആലപിച്ച് നമുക്കിന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. കർമ്മലസുമമേ നിർമ്മലസുമമേ നിത്യവിശുദ്ധേ കർമ്മലറാണി നിർത്തരനാകും നിൻ സുതരിവരിൽ എങ്ങും താങ്ങും തണലും നീ, എങ്ങും താങ്ങും തണലും നീ. കർമ്മലസുമമേ നിർമ്മലസുമമേ നിത്യവിശുദ്ധേ കർമ്മലറാണി നിർത്തനരാകും നിൻ സുതരിവരിൽ എങ്ങും താങ്ങും തണലും നീ, എങ്ങും താങ്ങും തണലും നീ. ഈശോ മിശിഹാതൻ തിരുവചനങ്ങൾ കൈക്കൊണ്ടവളെ കനകാംബികയെ, ഈശോ മിശിഹാതൻ തിരുവചനങ്ങൾ കൈക്കൊണ്ടവളെ കനകാംബികയെ, പാപച്ചേറ്റിൽ വീഴാതിവരെ പാലിക്കണമേ പാവനജനനീ. പാപച്ചേറ്റിൽ വീഴാതിവരെ പാലിക്കണമേ പാവനജനനീ. കർമ്മലസുമമേ നിർമ്മലസുമമേ നിത്യവിശുദ്ധേ കർമ്മലറാണി നിർത്തനരാകും നിൻ സുതരിവരിൽ എങ്ങും താങ്ങും തണലും നീ, എങ്ങും താങ്ങും തണലും നീ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും
പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തുള്ളവർക്ക് സ്തുതി കൊടുത്ത് നല്ല സന്തോഷമായിട്ട് എല്ലാവരും സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വലിയ ദൈവകൃപകൾ കർത്താവ് ഈ ദിവസങ്ങളിൽ അനേക പതിനായിരങ്ങളിലേക്ക് വർഷിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അനേകരുടെ ആത്മീയ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആത്മീയ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഹൃദയം തുറക്കുക, നിരാശപ്പെടാതിരിക്കുക, ദൈവത്തെ കാത്തിരിക്കുക, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഇത് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം. ഇനി നമ്മൾ ഇന്ന് 17-ാമത്തെ ദിവസം ജൂലൈ 30. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ്: തന്നിൽ തന്നെ ആശ്രയിക്കുന്ന മനുഷ്യ പ്രകൃതി, ഹ്യൂമൻ നേച്ചർ. തന്നിൽ തന്നെ ആശ്രയിക്കുന്ന മനുഷ്യ പ്രകൃതി. നമ്മുടെ ഒരു ഹ്യൂമൻ നേച്ചറുണ്ട്, ദ ഫോളൻ നേച്ചർ. അതപ്പതിച്ച മനുഷ്യപ്രകൃതി. ഈ മനുഷ്യപ്രകൃതി പ്രത്യേകതയാണ്, എന്ത് ചെയ്താൽ അത് ദൈവത്തിൽ ശരണപ്പെടാനായിട്ട് അതിന് സാധിക്കുന്നില്ല. അതിൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വീണു പോകും. എന്നിട്ട് തന്നിൽ തന്നെ ഒരാശ്രയം കണ്ടെത്തി, തന്നെ സ്നേഹിച്ച്, തന്നിൽ തന്നെ ആശ്രയിച്ച്, താൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടിനുള്ളിൽ കയറി ഇരിക്കാനുള്ള ഒരു പ്രകൃതം അതിനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ജെറമിയയുടെ പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്? ജെറമിയ 17:5, ബുക്ക് ഓഫ് ജെറമായ 17:5. കർത്താവ് അരുളി ചെയ്യുന്നു: മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, മറ്റുള്ളവരിലുള്ള ആശ്രയം, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക, മനുഷ്യനെ ആശ്രയിക്കുന്ന മറ്റുള്ളവരെ ആശ്രയിക്കുന്ന പ്രകൃതം. രണ്ടാമത്തതോ, ശരീരശക്തി അവലംബമാക്കുക എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക, തന്നെ ആശ്രയിക്കുക. തൻ്റെ തന്നെ ശരീരശക്തിയെ, തൻ്റെ തന്നെ പുണ്യത്തെ, തൻ്റെ തന്നെ സ്വഭാവത്തെ, തൻ്റെ തന്നെ ആദർശത്തെ ആശ്രയിച്ച് അത് തന്നെയാണ് ദൈവം അവർക്ക്. അപ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കുക, തങ്ങൾ പുണ്യവാന്മാരാണ്, തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്ന നീതിമാന്മാർ, വിശുദ്ധന്മാർ, അല്ലെങ്കിൽ പുണ്യ വഴികളിൽ നടക്കുന്ന പ്രാർത്ഥന ആത്മീയ രംഗത്തുള്ളവർ. തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരുണ്ട്. തങ്ങളിൽ തന്നെ ആശ്രയിച്ച് എന്തെങ്കിലും കുറ്റങ്ങൾ വരുമ്പോൾ ഇച്ഛാഭംഗപ്പെട്ട് നിരാശപ്പെട്ട് കുറ്റബോധയിരിക്കുന്നവരുണ്ട്. അങ്ങനെ പല മേഖലകളിലാണ് ഈ രംഗത്തുള്ളവരിയ്ക്കുന്നത്, ഈ അവസ്ഥകളിലൂടെ പോകുന്നവർ. അപ്പോൾ അതാണ് തന്നെ ആശ്രയിക്കുന്ന മനുഷ്യപ്രകൃതി. റോമാലേഖനം 9-ാം അധ്യായം 16-ാം വാക്യം: അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എന്നൊരനുഭവത്തിലേക്ക് നമ്മൾ വരണം. ഇതിനെക്കുറിച്ച് ഒരുപാട് നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധ ആത്മാക്കൾക്ക് അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഇടപെടലുകളിൽ നിന്നും കിട്ടിയ ചില ഉൾക്കാഴ്ചകളാണ് ഇന്ന് നമ്മൾ പരിചിന്തനത്തിന് വിഷയമാക്കുന്നത്. ഏറ്റവും ആദ്യം തന്നെ ഭക്തിമാർഗ പ്രവേശിക എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ്, അദ്ദേഹത്തിൻ്റെ ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അദ്ദേഹം അനുഭവത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വെളിച്ചത്തിൽ എഴുതിയിരിക്കുന്നത് തലമുറകൾക്കുള്ള ഒരു വെളിച്ചമാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: ഹൃദയാസ്വാസ്ഥ്യം ഒരു പ്രലോഭനമാണെന്ന് മാത്രമല്ല, ഒരുപാട് പ്രലോഭനങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമാണ്, സ്രോതസ്സാണ്. ഹൃദയ അസ്വാസ്ഥ്യം, അസ്വസ്ഥത, ടെൻഷൻ, സങ്കടം, വിഷമം, വ്യസനം, ഒരു വ്യസനം ആത്മാക്കൾ. എന്താ? ഹൃദയ അസ്വാസ്ഥ്യം ഒരു പ്രലോഭനമാണെന്ന് മാത്രമല്ല, മറിച്ച് പ്രലോഭനങ്ങളുടെ സ്രോതസ്സാണ്, ഉൽപ്പത്തി സ്ഥാനമാണ്. നദിയുടെ ഉത്ഭവ കേന്ദ്രം എന്നതുപോലെ ഒട്ടനവധി പ്രലോഭനങ്ങളുടെ ഉത്ഭവ കേന്ദ്രമാണ് ഹൃദയാസ്വാസ്ഥ്യം, ടെൻഷൻ. ഇപ്പം തന്നെ ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒത്തിരി പേർക്ക് ടെൻഷനാണ്, ഒത്തിരി പേർക്ക് ഒരു ഹൃദയാസ്വാസ്ഥ്യമാണ്. ഒരു പ്രത്യേക തരം എന്തെങ്കിലും ഒരു ചെറിയ പാപം വന്നാൽ ഒരുപാട് ടെൻഷനാണ്. ഒരു വീഴ്ച വന്നു, ഒരു വചനം ലംഘിച്ചു, അല്ലെങ്കിൽ കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു വലിയ പാപത്തിൽ ചെന്ന് വീണു. ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളാണ്, ജപമാല ചൊല്ലുന്ന ആളാണ്, കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ആളാണ്. പക്ഷേ ഒരു പാപത്തിൽ വീണപ്പോൾ വലിയ തരത്തിൽ ഹൃദയാസ്വാസ്ഥ്യം, ടെൻഷൻ, സങ്കടം, കുറ്റബോധം, നിരാശ, വ്യസനം, വിഷാദം,
വലിയ തളർച്ച, മന്ദത, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, ദൈവത്തിലേക്ക് തിരിയാൻ പറ്റുന്നില്ല, ഞാൻ ചെയ്ത് രക്ഷപ്പെട്ടു, നിരാശ, ആത്മീയ നിരാശ, ഇങ്ങനെ ഒരുപാട് വ്യസനങ്ങൾ ആ ഹൃദയത്തിൽ, ആ ആത്മാവിനെ പീഡിപ്പിക്കുകയാണ്. എന്താ അതിൻ്റെ കാരണം? നമ്മെ അപ്പോഴപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അനിഷ്ടകരമായ തിന്മകളിൽ നിന്നുളവാകുന്ന മാനസിക അസ്വാസ്ഥ്യത്തിനാണല്ലോ വ്യസനം എന്ന് പറയുക. അപ്പോഴപ്പോൾ ബാധിക്കുന്ന തിന്മകളുണ്ട്. എന്താ? കടബാധ്യത വന്നു, ഒരു തിന്മയാണ്. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് തകർന്നു, ഒരു തിന്മയാണ്. അതും അല്ലെങ്കിൽ ഒരു പനി വന്നു, അല്ലെങ്കിൽ രോഗം വന്നു, ക്യാൻസർ വന്നു, അതും അല്ലെങ്കിൽ കോവിഡ് വന്നു, അതും അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന നമ്മുടെ മക്കൾ ദുർമാർഗികളായിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പള്ളി പോയിക്കൊണ്ടിരുന്ന പള്ളി പോകാൻ പറ്റുന്നില്ല, കുമ്പസാരിക്കാൻ തോന്നുന്നില്ല, കുമ്പസാരിച്ചുകൊണ്ടിരുന്ന ആൾക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയണത്, വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ നമുക്ക് ഭൗതികമായ വ്യസനങ്ങളുണ്ട്, ആന്തരികമായ വ്യസനങ്ങളുണ്ട്. അപ്പോഴപ്പോൾ നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അനിഷ്ടകരമായ തിന്മകൾ നിന്നുളവാകുന്ന മാനസിക അസ്വാസ്ഥ്യത്തിനാണല്ലോ വ്യസനം അല്ലെങ്കിൽ ടെൻഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ തിന്മകൾ ബാഹ്യമോ ആന്തരികമോ ആകാം. രോഗം, ദാരിദ്ര്യം, കുടുംബ തകർച്ച, ബിസിനസ് തകർച്ച, അല്ലെങ്കിൽ പിന്നെ അപകടം, ഇതെല്ലാം ഭൗതികമാണ്. ബാഹ്യമായ ടെൻഷൻ. ആന്തരികമുണ്ട്. അജ്ഞത, നിരുന്മേഷം, പ്രലോഭനം, തളർച്ച, മന്ദത, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, പ്രാർത്ഥിക്കാൻ അനുഭവമില്ലായ്മ, കൊന്തയെല്ലാം തോന്നുന്നില്ല, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ആന്തരികമുണ്ട്. അപ്പോൾ ബാഹ്യവും ആന്തരികവുമായ തിന്മകൾ, ഇങ്ങനത്തെ ഉള്ള നെഗറ്റീവ് കാര്യങ്ങൾ, അതിൽ നിന്നാണ് എന്ത് പറയുന്നത്? വ്യസനം ഉണ്ടാകുന്നത്. ഏതാദൃശ തിന്മയാൽ ഒരാത്മാവ് ആക്രമിക്കപ്പെടുമ്പോൾ ആ ആത്മാവിന് അസ്വസ്ഥതയുണ്ടാകുന്നു, അസംതൃപ്തയാകുന്നു. ഈ അസംതൃപ്തിയിൽ നിന്നാണ് വ്യസനം വരുന്നത്. ഇതിൽ നിന്ന് വിമുക്തി പ്രാപിക്കുന്നതിനും അതിനുപയുക്തമായ മാർഗങ്ങൾ ആരായുന്നതിനുമാണ് തുടർന്ന് അതിൻ്റെ ശ്രമം, അതിൻ്റെ അനന്തരശ്രമം. അപ്പോൾ ഇങ്ങനെ ഒരു ടെൻഷൻ വന്നു, ഒരു വീഴ്ച വന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഉടനെ അതിനുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണ് അതിൻ്റെ അനന്തരശ്രമം. ഇതിലൊന്നിലും ആത്മാവിനെ കുറ്റപ്പെടുത്താൻ നിവൃത്തിയില്ല. എന്തുകൊണ്ടെന്നാൽ നന്മയെ ആഗ്രഹിക്കുകയും തിന്മയെ വെറുക്കുകയും ചെയ്യുക എന്നത് മനുഷ്യ സഹജമാണല്ലോ. തിന്മയിൽ നിന്ന് വിമുക്തി പ്രാപിക്കണം എന്ന ആത്മാവിൻ്റെ ആഗ്രഹം ദൈവസ്നേഹത്തിൽ നിന്നുളവായതാണെങ്കിൽ സ്വശക്തിയിൽ എന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശാന്തതയോടും സമാധാനത്തോടും വിനയത്തോടും കൂടെ അവൾ അതിനുള്ള ഉപാധികളെ ആരായും. എന്നാൽ പ്രസ്തുത പരിശ്രമത്തിൽ സ്വാർത്ഥമാണ് പ്രേരകമായി നിൽക്കുന്നതെങ്കിൽ ആത്മാവ് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം തന്നെ ആശ്രയിക്കും. ഇത് ശരിക്കും നമ്മളൊന്ന് മനസ്സിലാക്കണം. നമുക്ക് ഭൗതികമായ പ്രശ്നം ഉണ്ടാവും, ആന്തരികമായ പ്രശ്നം ഉണ്ടാവും. ഈ ഭൗതികമായ തിന്മയാണെങ്കിലും ആന്തരികമായ തിന്മയാണെങ്കിലും അത് റിസൾട്ട് ഉണ്ടാക്കുന്നത് അസംതൃപ്തി, ടെൻഷൻ, വ്യസനം, സങ്കടം, ബുദ്ധിമുട്ട്, അസ്വസ്ഥത, ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ ആത്മാവ് അതിനെ തരണം ചെയ്യാൻ വേണ്ടി അത് പരിശ്രമിക്കാൻ തുടങ്ങും. ഈ പരിശ്രമത്തിൻ്റെ സമയത്താണ് ശരിക്കും നമ്മുടെ റിയൽ ആയിട്ടുള്ള ആത്മാവിൻ്റെ സ്ഥിതി അറിയണത്. അത് ദൈവസ്നേഹത്തിൽ, അത് വായിച്ചു നോക്കിക്കേ, അത് രണ്ട് വിധത്തിൽ അതിന് പരിശ്രമിക്കാൻ പറ്റും. ഒന്ന് ദൈവസ്നേഹത്തിൽ നിന്ന് പരിശ്രമിക്കാം, രണ്ട് സ്വയം സ്നേഹത്തിൽ നിന്ന് പരിശ്രമിക്കും. ദൈവസ്നേഹത്തിനെ ആശ്രയിക്കുന്ന ആത്മാവുണ്ട്, സ്വയം സ്നേഹത്തിൽ ആശ്രയിക്കുന്ന ആത്മാവുണ്ട്. തിന്മയിൽ നിന്ന് വിമുക്തി പ്രാപിക്കണമെന്ന ആത്മാവിൻ്റെ ആഗ്രഹം ദൈവസ്നേഹത്തിൽ നിന്നുളവായതാണെങ്കിൽ സ്വശക്തിയിൽ എന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അത് വളരെ പീസ്ഫുള്ളായിരിക്കും. അതിൻ്റെ സമാധാനം നഷ്ടപ്പെടില്ല. അത് ദൈവത്തിൽ ശരണപ്പെടും. ഇതാണ് ശരണം എന്ന പുണ്യം. അത് ദൈവത്തിൽ ശരണപ്പെടും. സമാധാനത്തോടും വിനയത്തോടും കൂടി അവൾ അതിനുള്ള ഉപാധികളെ ആരായും. അതിൻ്റെ സമാധാനം ആന്തരിക സമാധാനം നഷ്ടപ്പെടില്ല. അത് ദൈവത്തെ ആഞ്ഞ് സ്നേഹിക്കും. അത് ആഴത്തിൽ ദൈവത്തിൽ ആശ്രയിക്കും. ദൈവത്തെ അത് മുറുകെ പിടിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് അത് ദൈവത്തിൻ്റെ പാദാന്തികത്തിൽ തന്നെ സമർപ്പിക്കും. എന്നാൽ പ്രസ്തുത പരിശ്രമത്തിൽ സ്വാർത്ഥ സ്നേഹമാണ്, സ്വയം സ്നേഹമാണ് ഈ പുണ്യത്തിന് വേണ്ടി പരിശ്രമിക്കാനുമുള്ള പ്രേരണ നൽകുന്നതെങ്കിലോ ആത്മാവ് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം തന്നിൽ തന്നെ ആശ്രയിക്കും. സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാൻ പരിശ്രമിക്കാൻ തുടങ്ങും. ഇത് ശരിയായില്ലോ, അങ്ങോട്ട് പോയില്ലോ ഇങ്ങോട്ട് പോയില്ലോ, അത് അങ്ങോട്ട് പോകുന്നു ഇതോടുന്നു കൊടുക്കുക, തന്നെ വേദനിപ്പിക്കുന്നു, സങ്കടപ്പെടുന്നു, ടെൻഷൻ പിടിക്കുന്നു, പരിഭവപ്പെടുന്നു, കരയുന്നു, ഒച്ച വെക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, കുറ്റബോധം, നിരാശ,
വിഷമം, സങ്കടം, ഇതെല്ലാം കൂടെ ഇങ്ങനെ ഉറവയിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ, ശവത്തിൽ നിന്ന് പുഴു വരുന്നത് പോലെ ഇതെല്ലാം ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം അതിൻ്റെ പരിശ്രമം സ്വയം സ്നേഹത്തിൽ നിന്നാണ്, തന്നോട് തന്നെയുള്ള സ്നേഹത്തിൽ നിന്നായതുകൊണ്ട് തൻ്റെ തന്നെ ശക്തിയിലാണ് അത് ആശ്രയം. ഓക്കെ, അടുത്തത് ആഗ്രഹസിദ്ധി ഉടൻ ഉണ്ടായില്ലെങ്കിൽ അവൾ അസ്വസ്ഥയായി. എന്താ ആഗ്രഹസിദ്ധി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ടെൻഷൻ വന്നു, ഒരു ചെറിയ പാപത്തിൽ വീണു, ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു, പക്ഷേ അത് പ്രാർത്ഥിക്കാൻ പോയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അവളോട് ചെന്ന് ഒരു കാര്യം ശരിയാകുന്നില്ല. അപ്പോൾ എന്തായി, അന്ന് പ്രാർത്ഥിച്ചില്ല, അന്ന് കുരിശിൻ്റെ വഴി നടത്തിയില്ല, എല്ലാം ടെൻഷനായി. അപ്പോൾ എന്തായി, ആഗ്രഹസിദ്ധി ഉടൻ ഉണ്ടായില്ലെങ്കിൽ അവൾ കൂടുതൽ അസ്വസ്ഥയായി. ആ ആത്മാവ് മുമ്പുണ്ടായിരുന്ന ദുരവസ്ഥ വിദൂരമാകുന്നതിന് പകരം അവളിൽ പൂർവാധികം പ്രബലമാവുക എത്ര ചെയ്യുക. അപ്പോൾ ഈ ആത്മാവ് അതീവ ദുഃഖിതയായി, നിരാശാഭരിതയായി, ആശ്വാസരഹിതയായി സ്ഥിതി ചെയ്യുന്ന ഈ ആത്മാവ് വളരെ ശോചനീയമായ സ്ഥിതിയിലാകുന്നു. ആരംഭത്തിൽ അക്ഷന്തവ്യം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രധാനപ്പെട്ടൊന്നും അല്ലാതിരുന്ന ഒരു അസ്വാസ്ഥ്യം എപ്രകാരം മനോവേദനയ്ക്കും അവസാനം ആപൽക്കരമായ ആകുലതയ്ക്കും കാരണമായി തീർന്നുവെന്ന് കണ്ടാലും ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ ആത്മീയമായി വളരുന്നവരാണെന്നൊക്കെ പറഞ്ഞാലും വീഴ്ചകളും പരാജയങ്ങളും തകർച്ചകളും ദൈവം അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ തന്നെ സ്വയം സ്നേഹത്തെ അറിയാനും നമ്മളിൽ തന്നെ ആശ്രയിക്കുന്ന പ്രകൃതത്തെ തിരിച്ചറിഞ്ഞ് ആ മണ്ഡലത്തിൽ അനുദപിച്ച് അത് ദൈവസന്നിധിയിൽ പാദാന്തികത്തിൽ വെച്ച് ദൈവസ്നേഹത്താൽ പ്രചോദിതമായി ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഉയരാനും വേണ്ടി ദൈവം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീഴ്ചകൾ ഈ ആത്മാവിനെ അനുവദിച്ചുകൊണ്ടേയിരിക്കും. ഈ ആത്മാവിനെ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വീണ്ടും വീണ്ടും ഈ ആത്മാവിന് ഓരോ വീഴ്ചകൾ അനുവദിച്ച് തന്നെ മനസ്സിലാക്കാൻ, നോ യുവേഴ്സ്, നീ നിന്നെ തന്നെ അറിയുക, അതിനുവേണ്ടിയാണ് ദൈവം. അതാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ്. അവിടേക്ക് എത്താൻ വേണ്ടി ദൈവം ഈ ആത്മാവിനെ ഹെൽപ്പ് ചെയ്യാണ് ശരിക്കും തകർച്ചകൾക്ക് അനുവദിക്കുന്നതിലൂടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം നമ്മുടെ ആധ്യാത്മിക പരിശ്രമങ്ങളുടെ എല്ലാ അടിസ്ഥാനം ദൈവസ്നേഹത്തിൽ നിന്ന് ഉത്ഭൂതമായതാണോ അതോ സ്വയം സ്നേഹത്തിൽ നിന്ന് ഉത്ഭൂതമായി തന്നെ ആശ്രയിച്ച് സ്വന്തം ശക്തിയിലുള്ള ആധ്യാത്മിക ജീവിതമാണോ, സ്വന്തം ശക്തിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക പരിശ്രമങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കണം. ഈ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നതാണെങ്കിൽ ടെൻഷൻ, ഉത്കണ്ഠ, അസ്വസ്ഥത, അസ്വാസ്ഥ്യം, ആത്മാവ് സ്വസ്ഥമല്ല. എന്താ, ഒരു വീഴ്ച വന്നു, പാപം വന്നു, തകർച്ച വന്നു, കുടുംബത്തിൽ പ്രശ്നമുണ്ടായി, അതിനെ ആശ്വസിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. ഒരു മരണം സംഭവിച്ചു, അത് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുക. കുറച്ച് ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചു, എന്താ ഉണ്ടായത്? എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കണില്ലല്ലോ, ദൈവം എന്താ പക്ഷപാതം കാണിക്കണേ? ഇതൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും അത് ആധ്യാത്മികം എന്നല്ല പേര്, അതിൻ്റെ പേര് സ്വയംപൂജ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. സ്വയംപൂജ. കാര്യം ദൈവത്തിൻ്റെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ നാമത്തിനാണെങ്കിലും ഈ ഇങ്ങനെയുള്ള ബഹളവും കംപ്ലൈൻറ്റൊക്കെ നമുക്ക് തോന്നാൻ തുടങ്ങിയതിൽ സ്വയം പൂജിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിക്കോ. ഇതിനെക്കുറിച്ച് ഫ്രാൻസിസ് ഡി സാലസ് ഭക്തിമാർഗ പ്രവേശിയിൽ വീണ്ടും പറയുന്നുണ്ട്. പാപം കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ശത്രു ഉത്കണ്ഠ അഥവാ അസ്വാസ്ഥ്യമാണ്. ഉത്കണ്ഠ അഥവാ അസ്വാസ്ഥ്യം, ഇങ്ങനത്തെ ഉള്ള ഓരോ തരത്തിലുള്ള വ്യഗ്രതകൾ, ടെൻഷൻ. എനിക്ക് ഇനി പ്രാർത്ഥിക്കാൻ പറ്റില്ല, എനിക്ക് 4 കൊന്ത ചെല്ലാൻ പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രശ്നമുണ്ടല്ലോ, ദൈവത്തിന് എന്നെ ഇഷ്ടമല്ലേ, എൻ്റെ പ്രാർത്ഥന ദൈവത്തിന് സ്വീകാര്യമാണോ, ഇങ്ങനെ വ്യഗ്രതപ്പെട്ടുകൊണ്ടേ ഇരിക്കും. പ്രാർത്ഥിക്കാൻ ചെന്നാലും എനിക്ക് അനുഭവം കിട്ടുന്നില്ലല്ലോ, ഒരു ധ്യാനം കൂടാൻ വന്നില്ല, അനുഭവമൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ കടന്ന് വ്യഗ്രത കൊണ്ടേ ഇരിക്കും. അത് സ്വസ്ഥമായിട്ട് അടങ്ങിയിരുന്ന് ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കണ്ടേ, ദൈവത്തെ ആശ്രയിക്കണ്ടേ. എൻ്റെ ദൈവത്തിന് എന്നോട് കരുണ തോന്നുവോളം എൻ്റെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കുമെന്ന് പറഞ്ഞ് മാതാവിൻ്റെ മടിയിൽ ശാന്തമായി ഉറങ്ങുന്നൊരു ശിശുവിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കിയെന്ന് പറഞ്ഞ സങ്കീർത്തകനെ പോലെ ദൈവസ്നേഹത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഒരു ആത്മീയ ജീവിതമാണെങ്കിൽ അത് തന്നെ ഒരിക്കലും ആശ്രയിക്കില്ല, തന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല, അത് ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. അതിനാണ് ശരണം എന്ന പുണ്യം, കൃപാനങ്ങളും അത് ഉപയോഗിക്കും. ശരണം, ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക, ദൈവത്തിൽ മാത്രം പ്രത്യാശ. തന്നിൽ തന്നെ ഒന്നുമല്ലെന്ന് അതിനറിയാം, താൻ നിസ്സാരയാണ്, ഒന്നുമല്ല, എനിക്ക് കഴിവില്ല, ദൈവത്തെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അംഗീകരിച്ചാലേ ഇത് സാധിക്കുകയുള്ളൂ. വായിച്ചു നോക്കിയേ, പാപം കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ശത്രു ഉത്കണ്ഠ അഥവാ അസ്വാസ്ഥ്യമാണ്. സമുദായ അംഗങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പും കലഹവും സമുദായത്തിൻ്റെ പൊതു നന്മയ്ക്ക് ഹാനികരമാകുന്നത് പോലെ ഹൃദയം അസ്വസ്ഥവും ഉത്കണ്ഠാഭരിതവും ആയിരിക്കുമ്പോൾ പൂർവാർജിതങ്ങളായ പുണ്യങ്ങളെ സംരക്ഷിക്കുന്നതിനും
തക്കം നോക്കി നിൽക്കുന്ന അശുദ്ധാരിയുടെ ആക്രമണങ്ങൾ എതിർക്കുന്നതിനുമുള്ള ശക്തി അതിന് നഷ്ടീഭവിക്കുന്നു, നഷ്ടപ്പെടുന്നു. എന്താ മനസ്സിലായോ? ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. നമ്മൾ ഉത്കണ്ഠ അസ്വാസ്ഥ്യമുള്ളവരാണെങ്കിൽ എന്താണ്? ഉത്കണ്ഠ അസ്വാസ്ഥ്യമുള്ളവരാണെങ്കിൽ പൂർവാർജിതങ്ങളായ പുണ്യങ്ങളെ സംരക്ഷിക്കുന്നതിന് നമുക്ക് പറ്റാതെ പോകും. നമുക്ക് പണ്ടുണ്ടായിരുന്ന പുണ്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ പോയി. ശാന്തത പോയി, നമുക്ക് ഭക്തി പോയി, എളിമ പോയി, പരസ്നേഹം പോയി, ക്ഷമ പോയി, നന്മ ചെയ്യാനുള്ള ആഗ്രഹം പോയി. പിന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അത് പൂർവാർജിതങ്ങളായ പുണ്യങ്ങളെ സംരക്ഷിക്കണം. അത് നമ്മൾ ഡെയിലി നമ്മുടെ സ്വഭാവത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ നമ്മൾ ഈ ഉത്കണ്ഠയുടെയും അസ്വസ്ഥതയുടെയും പിടിയിൽ അമർന്നാൽ പിന്നെ മുൻകാലത്തെ പുണ്യങ്ങളെല്ലാം കൈവിട്ടു പോകും. അതുപോലെ തന്നെ തക്കം നോക്കി നിൽക്കുന്ന അശുദ്ധാരിയുടെ ആക്രമണങ്ങളുണ്ട്. ഏത് സമയത്താണ് നമ്മൾ ദുർബലരായിരിക്കുന്നത്, ആ സമയത്ത് നമ്മളെ കയറി ആക്രമിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അശുദ്ധാരൂപിക്ക് നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരുന്നാൽ, ഒരു പാപത്തെക്കുറിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് സങ്കടപ്പെട്ടിരിക്കരുത്. ദൈവത്തിൽ നിന്നുള്ളതല്ല അത്. അതുകൊണ്ട് കുറ്റബോധം, നിരാശ, സങ്കടം, മനപ്രയാസം, വിഷാദം, ആകുലത, ഉത്കണ്ഠ, ടെൻഷൻ, സ്ട്രെസ്, ഇങ്ങനത്തുള്ള മേഖലകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആണെങ്കിൽ നമ്മളിൽ നിന്നുള്ള ആശ്രയം മാറ്റി ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ക്ലിങ് അപ്പോൺ ഹിം, ദൈവത്തിൽ ക്ലിങ് ചെയ്യുക എന്ന് പറയും. ദൈവത്തിന് അള്ളിപ്പിടിച്ചിരിക്കും. നല്ല കൊടുങ്കാറ്റ് വരണ സമയത്ത്, അല്ലെങ്കിൽ ചുവട്ടിൽ നിന്നൊരു ആന ഇങ്ങനെ മരത്തെ കുലുക്കുമ്പം മുകളിൽ കുരങ്ങൻ മരത്തിൻ്റെ കമ്പൽ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കണം. ദൈവത്തെ ശരണം. എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ, ദൈവത്തിൽ നിന്ന് മാത്രമേ എനിക്ക് സഹായമുള്ളൂ, ദൈവത്തിന് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും വരില്ല, ദൈവം എന്നെ നോക്കും. ഈ ഒരു ഉറപ്പോടുകൂടെ നമ്മൾ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ടിരിക്കണം. ലോകം ഇളകി മറിയും, ചുറ്റിലും ഇളകി മറിയും. കാറ്റത്ത്, കൊടുങ്കാറ്റത്ത് മരത്തിൻ്റെ ശാഖകളെല്ലാം ആഞ്ഞടിച്ച് ഇളകി മറിയുമ്പം അതിൻ്റെ തായ്തടി അനക്കമില്ലാതെ നിൽക്കുന്നത് പോലെ നമ്മൾ ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ സിസ്റ്റർ നഥാലിയും ഈശോയും തമ്മിലുള്ള സംഭാഷണത്തിൽ ഈശോ സിസ്റ്റർ നഥാലിക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈശോ സിസ്റ്റർ നഥാലിയോട് പറഞ്ഞെങ്ങനെയാണ്: എന്നെ കൂടാതെ ഒരാത്മാവ് ആരായിരിക്കുമെന്ന് സ്വയം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കണം. അതിനോട് ചില തകർച്ചകൾ ദൈവം അനുവദിക്കും. എന്നെ കൂടാതെ ഒരാത്മാവ് എന്താണ്, ആ ആത്മാവിൻ്റെ സ്ഥിതി എങ്ങനെയായിരിക്കും, എന്നെ കൂടാതെ ഒരു ആത്മാവ് ആരാണ് എന്ന് സ്വയം മനസ്സിലാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. എന്നാലേ നമുക്ക് ഞാൻ നിസ്സാരനാണെന്ന് തോന്നുള്ളൂ. എൻ്റെ സന്നിധിയിലും മറ്റുള്ളവരുടെ മുമ്പിലും അതിന് അഭിമാനിക്കാൻ ഒന്നുമില്ല. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അത് തന്നെ ദോഷിക്കരുത്. ഞാൻ നിസ്സാരയാണ്, ഞാൻ തീർത്തും നിസ്സാരമാണ് എന്ന് പറയാനല്ലാതെ, സ്വയം അതിനെക്കുറിച്ച് വെളിപ്പെടുത്താനല്ലാതെ വേറെ ഒന്നിനും സാധ്യമല്ല. നീ ആരോ ഒരാളായി, ഇത് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്. ഈശോ നഥാലിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നീ ആരോ ഒരാളായി എന്ന ചിന്ത നീ അനുവദിക്കരുത്. ആ ചിന്ത നിൻ്റെ മനസ്സിൽ കടന്നു കൂടുന്ന നിമിഷം നീ എന്നിൽ നിന്ന് അകന്നു പോകും. എൻ്റെ കൃപ നിനക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ പ്രാർത്ഥിച്ച് കൊന്തയിൽ 4 കൊന്തയൊക്കെ ഒരു ദിവസം ചൊല്ലി കഴിയുമ്പോൾ ഞാൻ എന്തോ ഒരു നല്ലൊരു ആത്മീയ മനുഷ്യനാണ്, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല. ചുങ്കക്കാരന് പാപിയുണ്ടല്ലോ, തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന, തങ്ങൾ നീതിമാന്മാരാണെന്ന ഭാവേന തങ്ങളിൽ തന്നെ ആശ്രയിക്കും. തങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, എനിക്ക് ഇത്തിരിയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും, ഞാൻ ഇച്ചിരിയൊക്കെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാനേ 25 വർഷമായിട്ടേ അങ്ങനെ ഓരോന്നും നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെ നമ്മൾ എന്തോ ആണ് എന്നൊരു തോന്നൽ പുറത്ത് പറയണ്ട, ഉള്ളിലുണ്ടായാൽ മതി. എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും, കുറച്ചൊക്കെ ഒരു മണിക്കൂറൊക്കെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ അങ്ങനെ ഒരു തോന്നൽ. അതാണ് പറയേണ്ടത്. നീ ആരോ ഒരാളായി എന്ന ചിന്ത നീ അനുവദിക്കരുത്, ഒരു കാരണവശാലും നീ അനുവദിക്കരുത്. ആ ചിന്ത നിൻ്റെ മനസ്സിൽ കടന്നുകൂടുന്ന നിമിഷം നീ എന്നിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയാണ്, അകന്നു പോവുകയാണ്. എൻ്റെ കൃപ നിനക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഒരാത്മാവ് അതിൻ്റെ ദയനീയ അവസ്ഥ, ദ ഫോളൻ നേച്ചർ,
ആത്മാർത്ഥമായി അംഗീകരിച്ചുകൊണ്ട് നെഞ്ചത്തടിച്ച് ക്ഷമാപണം ചെയ്യുകയാണെങ്കിൽ അതേ ആത്മാവ് വാസ്തവത്തിൽ ഒന്നുമല്ല, ഒന്നിന് യോഗ്യതയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ആനന്ദിക്കുകയും ആ ചിന്ത ആ ആത്മാവിന് ഒരു വേദനയും ഉളവാക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ ആ ആത്മാവ് എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരാത്മാവാണ്. നമ്മൾ വലിയൊരു വീഴ്ച വീണു, ഒരു അബദ്ധം സംഭവിച്ചാലും ഈ ആത്മാവ് പറയണം, എനിക്ക് പാപം പറ്റി, പാപം തന്നെയാണ്, ഞാൻ പാപത്തെ അംഗീകരിക്കുന്നത്, ഈശോയെ വേദനിപ്പിച്ചു, പക്ഷെ ഞാൻ എൻ്റെ ഈശോയിൽ പോയി ശരണപ്പെടും, ഞാൻ ഈശോയോട് പറയും, ഞാൻ എൻ്റെ യേശുവിനോട് പറയും, എനിക്ക് യേശുവുണ്ട് എന്ന് പറഞ്ഞ് ഈശോയിൽ പോയി അഭയം തേടണം. അത് ദൈവത്തിൽ ആശ്രയിക്കും, സന്തോഷിക്കും. വീണ് കിടക്കുന്ന കുട്ടി അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മ അതിനെടുത്ത് ആ അമ്മയും കുട്ടിയും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് എന്നതുപോലെ അതിന് സുരക്ഷിതത്വം അനുഭവപ്പെടും. ആ സമയത്ത് അല്ലാത്തവർക്ക് അരക്ഷിതാവസ്ഥ തോന്നും, ഷോ ഞാൻ എങ്ങനെ ഇനി ജീവിക്കുക, എങ്ങനെ ഞാൻ സ്വർഗത്തിൽ പോകും, ഇത് നമ്മൾ സ്വന്തം അധ്വാനിച്ച് പോകുന്ന ഒരു പരിപാടിയായിട്ട് മാറ്റും. മറ്റേത് കുട്ടീനെ അമ്മ എടുത്തുകൊണ്ട് പോകണം, അത് പോകുമെന്നുള്ള അനുഭവം ഇതിന് കിട്ടുന്നില്ല. കാരണം ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ശരണപ്പെടുന്നില്ല. അടുത്തത്, അത്തരം ഒരാത്മാവിന് അതിൻ്റെ തെറ്റുകളിലേക്ക് അതിൻ്റെ ശ്രദ്ധ ഞാൻ തിരിക്കുമ്പോൾ അത് വേദനാജനകമായിരിക്കുകയില്ല. കാരണം വിശുദ്ധി എന്നത് വീഴ്ചയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതല്ല എന്നും, വീണ്ടും എഴുന്നേൽക്കാനുള്ള മനസ്സുണ്ടായാൽ മതി, കർത്താവിനെ ആശ്രയിച്ചാൽ മതി എന്നും അതിനറിയാം. അത്തരം ആത്മാവിൻ്റെ ഒന്നുമല്ലാത്ത അവസ്ഥയെക്കുറിച്ചുള്ള പരിപൂർണമായ അറിവിൽ അത് സ്വയം എനിക്ക് സമ്പൂർണ്ണമായി ഭരമേൽപ്പിക്കും. ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പണം ചെയ്യും, ഈശോയെ ഭരമേൽപ്പിക്കും. അതിൻ്റെ ദയനീയ അവസ്ഥയിൽ ശരണത്തോടും സ്നേഹത്തോടും കൂടെ അത് എന്നിലേക്ക് തിരിയും. ഇതാണ് ശരിക്കുള്ള ആത്മാവിൻ്റെ സ്ഥിതി. ദൈവസ്നേഹത്തിൽ പ്രചോദിതമായ ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ഒരു ആത്മാവിൻ്റെ സ്ഥിതി. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഴ്ച പറ്റില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഒരിക്കലും വീഴില്ല, അതാണ് പുണ്യം എന്നല്ല ഇതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ പുണ്യജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരുപക്ഷെ നമ്മുടെ ഹീന അവസ്ഥ നമ്മൾക്കൊന്ന് ബോധ്യപ്പെടുത്തി തരാൻ ഈശോ ഒരു വീഴ്ച അനുവദിച്ചാൽ നമ്മുടെ ദുരഭിമാനമോ ആത്മീയ അഹങ്കാരമോ അത് അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ സ്വയം സ്നേഹത്തിലും തന്നിൽ തന്നെ ആശ്രയിക്കുന്ന ദുരഭിമാനിയായ ഒരു ആത്മാവാണെന്ന് മനസ്സിലാക്കണം. നമ്മളങ്ങനെ പോകുന്ന സമയത്ത് വീണു, എൻ്റെ ദൈവം അനുവദിച്ചു, എൻ്റെ ഈശോയ്ക്കൊരു പദ്ധതിയുണ്ട്, ഞാനതിൽ നിന്ന് പാഠം പഠിക്കണം, എൻ്റെ ഈശോയെ എന്നെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ അതും ആ ഒരു ഭാരവുമായിട്ട് ആ ഒരു വീഴ്ചയുടെ ആ ഒരു കാര്യമായിട്ട് ഈശോയോട് ചെന്നിട്ട് ഈശോയെ ഞാൻ സങ്കടപ്പെടുത്തിയിട്ട് മാപ്പ് ചോദിക്കുന്നു പറഞ്ഞ് ഈശോയോട് തന്നെ നേരിട്ട് സംസാരിക്കും. അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് സാത്താനുമായിട്ട് സംസാരിക്കാൻ സമയം അത് മെനക്കെടുത്തില്ല. ഫൗസ്റ്റീന ഡയറി 1087 1087. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഒരു ദിവസം ഇതുപോലൊരു പ്രശ്നമുണ്ടായി. വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നതാണ്, ഒരു ദിവസം ഒരു പ്രത്യേക പുണ്യം പരിശീലിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നാൽ മറ്റ് ദിവസങ്ങളെക്കാൾ 10 പ്രാവശ്യം കൂടുതലായി ആ പുണ്യത്തിനെതിരായ പാപത്തിൽ ഞാൻ അധപ്പതിച്ച് വീണുപോയി. സായാഹ്നത്തിൽ എന്തുകൊണ്ട് ഇന്ന് പതിവില്ലാതെ എനിക്ക് വീഴ്ച പറ്റി എന്ന് വിചിന്തനം ചെയ്തുകൊണ്ട് ഞാൻ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇപ്രകാരം കേട്ടു, നീ എന്നിൽ കുറച്ചും നിന്നിൽ കൂടുതലും ആശ്രയിച്ചു. എൻ്റെ വീഴ്ചകളുടെ കാരണം ഞാൻ കണ്ടെത്തി. നമ്മുടെ വീഴ്ചകളുടെ എല്ലാ അടിസ്ഥാനം ഒരു വലിയ കാര്യം തന്നിൽ തന്നെയുള്ള ആശ്രയമാണ്. ഇതിൽ നിന്ന് ശുദ്ധീകരിച്ചെടുക്കാൻ ദൈവം എത്രയോ കാലങ്ങളായി നമ്മുടെ ആത്മാവിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പല വീഴ്ചകൾ അനുവദിച്ചപ്പോൾ, ചെറുതും വലുതുമായ പല വീഴ്ചകൾ അനുവദിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതി നമ്മിൽ തമ്മിലുള്ള ഒന്നുമില്ലായ്മയും ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യകതയും നമ്മളെ ബോധ്യപ്പെടുത്തുക എന്നതൊരു ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൊറൻസസ് കൂപ്പോളി അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ അദൃശ്യ പോരാട്ടം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുന്ന ഇങ്ങനെയാണ്, തന്നിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി തനിക്ക് തന്നിൽ തന്നെ ആശ്രയിക്കുന്ന മനോഭാവം ഇല്ലെന്നും ദൈവത്തിലാണ് പൂർണ്ണമായും ശരണം വെച്ചിരിക്കുന്നതെന്നും അവിടുന്ന് മാത്രമാണ് ആശ്രയിക്കുന്നതെന്നും കരുതുക സാധാരണമാണ്. ഇതാണ് അതിൻ്റെ രീതി. മാനസിക രോഗമുള്ളവരെ ഒരിക്കലും ഞാൻ മാനസിക രോഗിയാണെന്ന് പറയില്ലല്ലോ. അതേപോലെയാണ് മാനസിക രോഗം ഉള്ള ആൾ തനിക്കൊരിക്കലും മാനസിക രോഗം ഉണ്ടെന്ന് സമ്മതിക്കാത്ത പോലെയാണ്. അതായത് തന്നിൽ തന്നെ ആശ്രയിക്കുന്ന വ്യക്തി തനിക്ക് തന്നിൽ തന്നെ ആശ്രയിക്കുന്ന മനോഭാവം ഇല്ലെന്നും ദൈവത്തിലാണ് പൂർണ്ണമായി ശരണം വെച്ചിരിക്കുന്നതെന്നും അവിടുന്ന് മാത്രമാണ് ഞാൻ ആശ്രയിക്കുന്നതെന്നും കരുതുക സാധാരണമാണ്. തങ്ങൾക്ക് വീഴ്ചയുണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നും തങ്ങളിൽ എന്താണ് ഉള്ളതെന്നും വിലയിരുത്താനായാൽ ഈ കാര്യം അവർക്ക് തന്നെ തിരിച്ചറിയാവുന്നതാണ്. അവരത് മനസ്സിലാക്കണ്ടേ. അതൊരു വീഴ്ച പറ്റുമ്പോൾ എന്തുകൊണ്ട് ഈ വീഴ്ച വന്നു എന്ന് ദൈവത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് നമ്മളെ തന്നെ ആത്മശോധന ചെയ്യണം. ആത്മശോധന, ഈ ഒരു
പ്രതിഷ്ഠ ഈ ദിവസത്തിൽ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോ ഒരു നിർദ്ദേശം തരികയാണ്. ദിവസത്തിൽ കുറച്ച് സമയം ആത്മശോധന ചെയ്യാൻ മാറ്റിവെക്കണം. ഉച്ചയ്ക്കോ, ഇപ്പോൾ സന്യാസ ഭവനങ്ങളിലേക്കാണെങ്കിൽ ഉച്ചയ്ക്ക് 12-12:30 കർത്താവിൻ്റെ മാലാഖ ചൊല്ലി ആത്മശോധന ചെയ്യും. രാത്രിയിലും ആത്മശോധന ചെയ്യും. നിങ്ങൾക്ക് സാധിക്കുന്ന സമയത്ത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഇത്തിരി സമയം ദൈവത്തോട് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനും, അതിൻ്റെ കുറച്ച് സമയം പ്രാർത്ഥനയ്ക്ക് 1 മണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ 10 മിനിറ്റെങ്കിലും ആത്മശോധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനും ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രേരണ തരികയാണ്. അപ്പോൾ തുടർന്ന് വായിച്ചു നോക്കിയേ. തങ്ങളുടെ വീഴ്ചയിൽ അവർ വേദനിക്കുമ്പോൾ, വീഴ്ചയെ ചൊല്ലി സ്വയം കുറ്റപ്പെടുത്തുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ അവർ കരുതുന്നത് ഞാൻ എൻ്റെ വീഴ്ചയുടെ പ്രത്യാഘാതങ്ങൾ മായ്ച്ചു കളയും, ഒരിക്കൽ കൂടി ഞാൻ നേരെയാവും എന്നാണ്. അപ്പോൾ ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ ഈ തന്നെ ആശ്രയിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കാൻ ചെയ്യുന്നവർ എന്താ വിചാരിക്കണത്? ഞാൻ ദൈവത്തിലാണ് പൂർണ്ണമായും ആശ്രയിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ അധ്വാനിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. ദുഷ്ടേ, നമ്മുടെ ആത്മാവിനെ വിളിക്കണതാണ്, ദുഷ്ടേ, നിനക്ക് ഇത്രയും ദൈവം അനുഗ്രഹം തന്നത്, നീ ഇങ്ങനെയൊക്കെയാണോ ദൈവത്തോട് പെരുമാറുന്നത്? നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നു, നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഞെരുക്കുന്നു, വിഷമിപ്പിക്കുന്നു. നിനക്ക് ഇനി 2 ദിവസത്തിന് ഭക്ഷണം തരുന്നില്ല, അവിടെ കിടക്ക്. എന്നിട്ട് നമ്മളെ തന്നെ പീഡിപ്പിക്കുന്നു, വിഷമിപ്പിക്കുന്നു, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നു. ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങളുടെ വായിച്ചു നോക്കിയേ. തങ്ങളുടെ വീഴ്ചയിൽ അവർ വേദനിക്കുമ്പോൾ, വീഴ്ചയെ ചൊല്ലി സ്വയം കുറ്റപ്പെടുത്തുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ അവർ കരുതുന്നത് ഞാൻ എൻ്റെ വീഴ്ചയുടെ പ്രത്യാഘാതങ്ങൾ മായ്ച്ചു കളയും, തന്നെ പീഡിപ്പിച്ച് അതെല്ലാം കഴുകിക്കളയുമെന്നാണ് വിചാരിക്കുന്നത്, ഒരിക്കൽ കൂടി നേരെയാവും എന്നാണ്. വീഴ്ചയ്ക്ക് മുമ്പ് ദൈവത്തിൽ ശരണപ്പെടുന്നതിന് പകരം അവർ തന്നിൽ തന്നെ ആശ്രയിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും ഉറപ്പുള്ള തെളിവാണ് ഈ ചിന്ത. ഏറ്റവും ഉറപ്പുള്ള തെളിവാണ് ഈ ചിന്ത. അവരുടെ വേദന കൂടുതൽ മനം മടിപ്പിക്കുന്നതും ആശ്വാസമില്ലാത്തതുമാകുമ്പോൾ അവർ ദൈവത്തിൽ വളരെ കുറച്ചും തങ്ങളിൽ വളരെ കൂടുതലും ആശ്രയിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളെ തന്നെ മനസ്സിലാക്കണത്, നമുക്കൊരു വീഴ്ച വന്നു കഴിയുമ്പോൾ ശരിക്കും നമ്മളുടെ ആ ഒരു പരിശ്രമത്തിൻ്റെ അപ്പുറത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മളുടെ ശരീരത്തെ ഒരുപാട് ഞെരുക്കാൻ തുടങ്ങും. ബാലാം സഞ്ചരിച്ചിരുന്ന കഴുതയെ ബാലാം അടിച്ചതുപോലെ നമ്മുടെ ഈ ശരീരത്തെ ഒരുപാട് വിഷമിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ക്രമരഹിതമായ ചാച്ചലുകളാണ് പാപത്തിന് കാരണമായത്. എന്നാൽ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നു, വിഷമിപ്പിക്കുന്നു, ഉറക്കം കൊടുക്കുന്നില്ല, ഭക്ഷണം കൊടുക്കുന്നില്ല, വെള്ളം കൊടുക്കുന്നില്ല, അങ്ങനെ നമ്മളെ തന്നെ ഒരുപാട് കഷ്ടത്തിലാക്കും. വായിച്ചു നോക്കിയേ, അത് നമ്മളെ തന്നെ ആശ്രയിക്കുന്നതിൻ്റെ അടയാളമാണ്. തങ്ങളെ തന്നെ ആശ്രയിച്ചു എന്നതിന് തെളിവാണത്. അതുകൊണ്ടാണ് വീഴ്ച കൊണ്ടുവരുന്ന ദുഃഖം ഒരു വിധത്തിൽ ശമിക്കാത്തത്. ഒരു മനുഷ്യൻ തന്നെ ആശ്രയിക്കുകയും ദൈവത്തെ ശരണപ്പെടുകയും ചെയ്താൽ വീഴുമ്പോൾ അയാൾ വല്ലാതെ ഇളകി വശാവില്ല, കഠിനമായ വേദനയ്ക്ക് കീഴ്പ്പെടുകയുമില്ല. കാരണം തൻ്റെ ബലഹീനതയുടെ ഫലമാണ് ഇത് എന്ന് മനസ്സിലാക്കി എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കും. കർത്താവ് അദ്ദേഹത്തോട് പറയും, നിനക്ക് എൻ്റെ കൃപ മതി. ഈ ആത്മാവ് അഹങ്കരിച്ച് നഷ്ടപ്പെട്ടു പോയതിന് ചിലപ്പോൾ മരിക്കുന്നത് വരെ ഈ ബലഹീനത അവിടെ വെച്ചെന്നിരിക്കും. എന്നിട്ട് കർത്താവ് നിനക്ക് എൻ്റെ കൃപ, കർത്താവ് കൃപ അങ്ങോട്ട് കൊടുക്കും. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ കരുണാർദ്രനായ ദൈവവും ബലഹീനമായൊരു ആത്മാവും തമ്മിലുള്ള സംഭാഷണമുണ്ട്. പുണ്യ പരിപൂർണതയ്ക്ക് പരിശ്രമിക്കുന്ന ഒരാത്മാവും തമ്മിലുള്ള സംഭാഷണമുണ്ട്. അതിൽ ഈശോ സംസാരിക്കുകയാണ്, പരിപൂർണതയ്ക്കായി അത്യധികം അഭിലഷിക്കുന്ന ആത്മാവേ, നിൻ്റെ പ്രയത്നങ്ങളിൽ ഞാൻ സംപ്രീതനാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നിന്നെ മിക്കവാറും ദുഃഖിതയും നിരുന്മേഷയുമായി ഞാൻ കാണുന്നത്? നിൻ്റെ മുഖത്തെന്തൊരു സന്തോഷമില്ലാത്തത്? എൻ്റെ കുഞ്ഞെ, എന്നോട് പറയുക, നിൻ്റെ ഈ ദുഃഖഭാവത്തിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ കാരണം എന്താണ്? എന്നോട് പറയുക. അടുത്തത് ആത്മാവ് പറയുകയാണ്. അപ്പോൾ ഈ തിരിച്ച് പറയുകയാണ്, കർത്താവേ, എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ഇതാണ്. ആത്മാർത്ഥമായ എൻ്റെ പ്രതിജ്ഞകൾക്ക് വിപരീതമായി ഞാൻ അതേ തെറ്റുകളിൽ തന്നെ വീണ്ടും വീണ്ടും വീഴുന്നു. പ്രഭാതത്തിൽ ഞാൻ പ്രതിജ്ഞകൾ എടുക്കും, എന്നാൽ സന്ധ്യാസമയത്ത് നോക്കുമ്പോൾ അവയിൽ നിന്ന് ഞാൻ എത്രയോ അകലെയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈശോ അതിന് മറുപടി കൊടുക്കുകയാണ്, എൻ്റെ കുഞ്ഞെ, നിന്നിൽ തന്നെ എന്താണെന്ന് നീ കാണുക. നിൻ്റെ വീഴ്ചകളുടെ കാരണം നീ നിന്നിൽ തന്നെ വളരെ ആശ്രയം വെക്കുന്നതും എന്നിൽ അല്പം മാത്രം ആശ്രയിക്കുന്നതുമാണെന്ന് നീ കണ്ടെത്തുക. എന്നാൽ അത് നിന്നെ വളരെയധികം ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. നിൻ്റെ ദുരവസ്ഥയ്ക്ക് അല്പം പോലും ക്ഷീണിപ്പിക്കുവാൻ സാധിക്കാത്ത കരുണയുടെ ദൈവവുമായിട്ടാണ് നീ ബന്ധപ്പെടുന്നത്. ഇത് നീ ഓർമ്മിക്കുക. എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്നതിൻ്റെ കണക്ക് ഞാൻ സൂക്ഷിക്കാറില്ല.
അത്രയും വലിയ കരുണാർദ്രമായ ദൈവത്തോടാണ് നമ്മൾ ഇടപെടുന്നത്. അപ്പോൾ ആത്മാവ് മറുപടി പറയാണ്, അതെ, അതല്ല എനിക്കറിയാം കർത്താവേ, എന്നാൽ വലിയ പ്രലോഭനങ്ങൾ എന്നെ അലട്ടുന്നു എന്ന് പറഞ്ഞാൽ പുണ്യപരിപൂർണ്ണതയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും പുണ്യത്തിൻ്റെ വലിയ ഉയർന്ന നിലയിലെത്തുമ്പോഴും പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രലോഭനം എന്നെ അലട്ടുന്നു. വളരെയധികം സംശയങ്ങൾ, വിശ്വാസത്തിനെതിരെയുള്ള സംശയങ്ങൾ, ദൈവത്തിനെതിരെയുള്ള സംശയങ്ങൾ, ആത്മീയ ജീവിതത്തിനെതിരെയുള്ള സംശയങ്ങൾ, വളരെയധികം സംശയങ്ങൾ എന്നിൽ ഉയർന്നു വരുന്നു. അതിനേക്കാളും കൂടുതലായി എല്ലാ കാര്യങ്ങളും എന്നെ ഇതെല്ലാം എന്നെ അസ്വസ്ഥപ്പെടുത്തുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു. ഈശോന് മറുപടി കൊടുക്കുകയാണ്, എൻ്റെ കുഞ്ഞെ, വിശുദ്ധിയിലേക്കുള്ള പാതയിലെ ഏറ്റവും വലിയ തടസ്സമാണ് നിരുത്സാഹപ്പെടുത്തലും അതിൻ്റെതായ ആകുലതയും. നിരുത്സാഹപ്പെടുത്തലും ആകുലതയും, ഉത്കണ്ഠ. ഇവ സുഹൃതങ്ങൾ അഭ്യസിക്കുന്നതിനുള്ള കഴിവ് നിന്നിൽ നിന്ന് ചോർത്തിക്കളയും. എല്ലാ പ്രലോഭനങ്ങളും ഒന്നു ചേർന്നാലും അത് നിൻ്റെ ആന്തരിക സമാധാനത്തെ ശല്യപ്പെടുത്താൻ നീ അനുവദിക്കരുത് ഒരു നിമിഷത്തേക്ക് പോലും. നിരാശയും തൊട്ടാവാടി സ്വഭാവവും സ്വയം സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ്. നീ അല്പം പോലും നിരാശപ്പെടരുത്. നിൻ്റെ സ്വയം സ്നേഹത്തിൻ്റെ സ്ഥാനത്ത് എൻ്റെ സ്നേഹം ഭരണം നടത്തുവാൻ നീ യത്നിക്കുക. ആത്മവിശ്വാസം ഉള്ളവളായിരിക്കുക. എൻ്റെ കുഞ്ഞെ, ക്ഷമ ചോദിക്കുവാനായി വരുന്നതിൽ നീ അല്പം പോലും വിഷമിക്കരുത്. കാരണം ഞാൻ എപ്പോഴും നിന്നോട് ക്ഷമിക്കാൻ സന്നദ്ധനാണ്. നീ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ക്ഷമ ചോദിക്കുമ്പോൾ നീ എൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു വീഴ്ച വന്നു, നമ്മൾ നേരെ കർത്താവിൻ്റെ അടുത്ത്, എൻ്റെ കർത്താവേ എനിക്ക് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പാദാന്ത്യത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണാർദ്രനായ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തെ നമ്മൾ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൽ നിന്ന് അകന്ന് ഇനി പള്ളിയിലും പോകുന്നില്ല, പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, കുമ്പസാരിക്കാനും മാറി നിൽക്കുമ്പോൾ എന്താ, അത് കുറ്റബോധമാണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം തന്നിൽ തന്നെ ആശ്രയിക്കുന്ന മനുഷ്യപ്രകൃതി. ജെറമിയ പുസ്തകം 17:5 മനസ്സിൽ ധ്യാനിച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കുക. ജെറമിയ 17:5 കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. ദൈവവുമായിട്ട് ഒരു ബന്ധമില്ല, ദൈവവുമായിട്ട് എല്ലാ ബന്ധവും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെടുന്ന, എന്ത് സംഭവിച്ചാലും എൻ്റെ ദൈവത്തിന് എന്നെ നേരെയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അഗ്രാഹ്യമായൊരു സാന്നിധ്യം, അക്ഷയമായൊരു കാരുണ്യം, അഭയം ഗമിക്കും മാനവർക്കാർ ഇന്നു തിരുവോസ്തിയിൽ ഈശോ പാടുന്നു. അഭയം ഗമിക്കും മാനവർക്ക് ഇന്ന് തിരുവോസ്തിയിൽ ഈശോ വാഴുന്നു. ആരാധന അങ്ങേയ്ക്കാരാധന, തിരുവോസ്തിരൂപണി ആരാധന. ആരാധന അങ്ങേയ്ക്കാരാധന, തിരുവോസ്തിരൂപണി ആരാധന. ബലവാനായൊരു കർത്താവേ, ബലിയായി തീർന്നൊരു നായകനെ, ബലഹീനതയിൽ തളർന്നു ഞാൻ, ബലമേകണമേ ദിവ്യകാരുണ്യമേ. ആരാധന അങ്ങേയ്ക്കാരാധന, തിരുവോസ്തിരൂപണി ആരാധന. ആരാധന അങ്ങേയ്ക്കാരാധന, തിരുവോസ്തിരൂപണി ആരാധന. തിരുവോസ്തിരൂപണി ആരാധന.
രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. വിശ്വാസ പ്രമാണം നല്ല ബോധ്യത്തോടെ ഉച്ചത്തിൽ ഒരുമിച്ച് ഉറക്കെ ചൊല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. തുടർന്ന് നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് വരണമേ. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. റൂഹായേ, 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 റൂഹായേ. തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ ലുത്തിനെ ജപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളുടെയും കാരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ നീരുറവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആർദ്രമായ സ്നേഹമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മീയ അഭിഷേകമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധീകരിക്കുന്ന ആത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ
ദൈവമായ പരിശുദ്ധാരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമക്കളുടെ പുത്ര സ്വീകാര്യത്തിന്റെ അരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, പാപത്തെ കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ നദി ഞങ്ങളിൽ ഒഴുക്കി സൽപ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. രണ്ട് കരങ്ങളും അല്പസമയം ഉയർത്തിപ്പിടിക്കാം. പരിശുദ്ധാത്മാവേ, തന്നെ ആശ്രയിക്കുന്ന അധപ്പതിച്ച മനുഷ്യപ്രകൃതിയുടെ ഒരു ആധിപത്യം എൻ്റെ ശരീരത്തിലും മനസ്സിലും കുടികൊള്ളുന്നുണ്ട്. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കൃപ ഞങ്ങളിൽ ജ്വലിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. തന്നെ ആശ്രയിച്ച് പലതരത്തിലുള്ള കുറ്റബോധത്തിൻ്റെ നിരാശയുടെയൊക്കെ ഒരവസ്ഥയിലൂടെ കടന്ന് ഉറകെട്ടുപോയ ഉപ്പ് പോലെ ആയ അവസ്ഥയാണ്, തീകെട്ടുപോയ വിളക്ക് പോലെ ആയ അവസ്ഥയായിട്ടുണ്ട്. പരിശുദ്ധാത്മാവെ വീണ്ടും ഭരണമേ. പരിശുദ്ധാത്മാവെ വീണ്ടും ഉണർത്തണമേ. പരിശുദ്ധാത്മാവെ വീണ്ടും സഹായിക്കണമേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, കെട്ടുപോയ പാണു ഞാൻ, തീ കെട്ടുപോയ വിളക്കാണു ഞാൻ, കൂട്ടുവാനാരും എന്നിൽ തീ കൂട്ടുവാനാരും, കെട്ടുപോയ പാണു ഞാൻ, തീ കെട്ടുപോയ വിളക്കാണു ഞാൻ, കൂട്ടുവാനാരും എന്നിൽ തീ കൂട്ടുവാനാരും. യേശുവേ, നീ വരൂ, ആ സ്നേഹം നീ തരൂ, ആത്മനേ നീ വരൂ, അഭിഷേകം നീ തരൂ. യേശുവേ, നീ വരൂ, ആ സ്നേഹം നീ തരൂ, ആത്മനേ
ആകാശത്തിൽ അഗ്നിസ്വരൂപനാ ഹൃദയത്തിൽ ജീവജലത്തിൻ അരുവിയാ ആകാശത്തിൽ അഗ്നിസ്വരൂപനാ ഹൃദയത്തിൽ ജീവജലത്തിൻ അരുവിയാ ആയിരം ആയിരം വിശ്വാസികളിൽ ആദ്യ സ്നേഹത്തിൻ വീണ്ടും ജനനമാ ആയിരം ആയിരം വിശ്വാസികളിൽ ആദ്യ സ്നേഹത്തിൻ വീണ്ടും ജനനമാ യേശുവേ നീ വരൂ ആ സ്നേഹം നീ തരൂ ആത്മനേ നീ വരൂ അഭിഷേകം നീ തരൂ യേശുവേ നീ വരൂ ആ സ്നേഹം നീ തരൂ ആത്മനേ നീ വരൂ അഭിഷേകം നീ തരൂ അഭിഷേകം നീ തരൂ അഭിഷേകം നീ തരൂ. തുടർന്നുള്ള നിമിഷങ്ങളിൽ മുട്ടമേൽ നിന്ന് പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. ഇത് മനസ്സിലാകാത്ത അവസ്ഥയുള്ളവർ ഈശോയോട് പ്രാർത്ഥിക്കുക. ഇതിൻ്റെയൊക്കെ അർത്ഥവും ഇതിൻ്റെ എല്ലാം പ്രസക്തിയും എനിക്ക് പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തി തരണമേ എന്ന് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ഒരു പരമ്പരാഗതമായ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ പങ്കുചേരുകയാണ്. നമുക്ക് ഇപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികയെ, തിരുസഭയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ.
മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഭക്തിപൂർവ്വം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് പരിശുദ്ധ മാതാവിനോട് എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മക്കളായ ഞങ്ങളുടെ മേൽ അമ്മ കരുണാപൂർവ്വം ഇടപെട്ട് ഞങ്ങളെയും പുണ്യ പരിപൂർണതയിലേക്ക് നയിക്കണമേ. പ്രാർത്ഥിക്കാം. ആദിമാതാവിൻ പാപപ്പിഴയാ ആത്മാവിൽ മുറിവേറ്റ മക്കൾ, ആദിമാതാവിൻ പാപപ്പിഴയാ ആത്മാവിൽ മുറിവേറ്റ മക്കൾ, നസ്രത്തിലെ സമ്മതമൊഴിയാ നഷ്ടസ്വർഗം വീണ്ടെടുത്തു, നസ്രത്തിലെ സമ്മതമൊഴിയാ നഷ്ടസ്വർഗം വീണ്ടെടുത്തു, കൃപയാ നിത്യജീവൻ